മോനെ ഹായ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് അടിച്ചാലോ? അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് അടിക്കാം. ബാ. ആദ്യം നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിക്കാം. ഇതിൽ 4 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബീൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ക്യാരറ്റ്, നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് കുറച്ച് കാഷ്നട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ റൈസാണ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചത്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാൻ മതി. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസ് ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി വാങ്ങാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റായിട്ടുണ്ട്. ഇതാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും പോരെ, നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം. സ്പൂൺ കൊണ്ട് വെച്ചാൽ കുറച്ചേ കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ സോസോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ ഫ്രൈഡ് റൈസ് തന്നെ മതി. നല്ല ഉഗ്രൻ ടേസ്റ്റ്. ഇത് വെറുതെ നിങ്ങൾക്ക് വേണ്ടി പറയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.